പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അറിവില്ലാത്തവർക്ക് ഒരു വിലയുമില്ല. അറിവാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. അക്ഷരക്കഥ എന്ന കഥ കേൾക്കൂ. കുരങ്ങൻമൂല സർക്കാർ സ്കൂളിൽ പുതിയൊരു കട തുടങ്ങി. കുട്ടികൾക്ക് ആവശ്യമുള്ള ബുക്കുകൾ, പേന, പെൻസിൽ, ചുരുക്കം ചില മിഠായികൾ എന്നിവയുണ്ട്. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മാതൃഭാഷയിൽ ആ വസ്തുവിൻ്റെ പേരെഴുതി കാണിക്കണം. അത്രയേ ഉള്ളൂ നിബന്ധന. എഴുതാൻ ബുദ്ധിമുട്ടുള്ള ചിലർ വിഷമിച്ചു. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ ഈ കടയിലെ കൂട്ടുകാർ സദാ സന്നദ്ധരാണ്. അതുപോലെ തന്നെ അധ്യാപകരും. കൂട്ടരെ വരുവിൻ കടയിലേക്ക്, വാങ്ങുവീൻ ആവശ്യമുള്ളതെല്ലാം, വേണ്ട വസ്തുക്കൾ തൻ പേരെഴുതി കാട്ടിയാൽ കിട്ടുമല്ലോ. ഏയ് കൂട്ടരെ വരുവിൻ, മാതൃഭാഷയിൽ ഇഷ്ടമുള്ള വസ്തുക്കളുടെ പേരെഴുതി കാട്ടി അവ സ്വന്തമാക്കൂ. ആദ്യമൊക്കെ കുട്ടികൾ താല്പര്യം കാണിച്ചില്ല. ഒരു ദിവസം അക്ഷരം തീരെ എഴുതാൻ അറിയാത്ത ശൂലൻ കുറുക്കൻ പെൻസിൽ, റബ്ബർ എന്നൊക്കെ ഒരു പദം എഴുതി കാട്ടി. ചെറിയ അക്ഷരത്തെറ്റുണ്ട്, ഞാൻ തിരുത്തി തരാം, ഇതുപോലെ എഴുതി കാട്ടണം. ചിന്നു തത്ത പറഞ്ഞു. മത്തായി അല്ല മിഠായി, മൊത്തായി എന്ന് എഴുതി കാട്ടിയ ചിങ്കൻ കുരങ്ങനോട് ചിരിയോടെ താറാമണി ടീച്ചർ പറഞ്ഞു. അങ്ങനെ അധ്യാപകരും കുട്ടികളും ഉത്സാഹിച്ച് ശ്രമിച്ചപ്പോൾ അക്ഷരക്കടയിൽ വന്ന് എഴുതി കാട്ടി സാധനങ്ങൾ വാങ്ങാൻ തിരക്കേറി. ആ ആ ആ ആ ആ ആ ആനയെ പോലാ, ചീറ്റി വരുന്നൊരു പാമ്പ് പോലെ ഊ എന്നക്ഷരമെഴുതുന്നു, ഞണ്ടുപോലെ ഇഴഞ്ഞു വരുന്നു റൂ എന്നൊരു ചങ്ങാതി. അങ്ങനെ പാട്ടുപാടി ചിത്രം വരച്ച് പരിചയമുള്ള ജീവികളെ കാണിച്ചു കൊടുത്ത് അക്ഷരം തീരെ അറിയാത്തവരെ അവർ സാക്ഷരരാക്കി. ഇത്തവണ വാർഷിക പരീക്ഷയുടെ ഫലം വന്നപ്പോൾ മാതൃഭാഷയ്ക്കും മികച്ച വിജയം നേടാൻ കൂട്ടുകാർക്ക് കഴിഞ്ഞു. ഇപ്പോൾ കുരങ്ങൻ മൂലയിലെ അക്ഷരക്കട പോലെ അറിവ് സൗജന്യമായി നൽകുന്ന കടകൾ തുടങ്ങാൻ വിദ്യാലയങ്ങൾ മത്സരിക്കുന്നു. ഹെഡ് മാസ്റ്റർക്കും അധ്യാപകർക്കും ആ വാർത്ത സന്തോഷമുണ്ടാക്കി. അവർ അക്ഷരക്കട കൂടുതൽ സജീവമാക്കി.